സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കയറാം. ലഹരി അതല്പവും നിഷിദ്ധമാണ്. അത് ഉപയോഗിച്ചാൽ ലഹരി പിടിപെടുന്നില്ലെങ്കിൽ പോലും അത് ലഹരി വസ്തുവാണെങ്കിൽ അതല്പമാണെങ്കിലും കൂടുതലാണെങ്കിലും നിഷിദ്ധമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും മനുഷ്യനെ നയിക്കുന്നത് അവന്റെ ഭോഗാസക്തിയാണ്. സഹോദരങ്ങളെ, നാം റമളാനിൽ നിന്നാണ് വിമുക്തരായിട്ടുള്ളത്. റമളാൻ എന്ന് പറഞ്ഞാൽ ഭോഗാസക്തിയെ നിയന്ത്രിക്കാനുള്ള ഒരു മാസം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശന്നും ലൈംഗിക വികാരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും വിശ്വാസി അവന്റെ ദേഹേച്ഛക്കും ഭോഗാസക്തിക്കും കടിഞ്ഞാണിടുകയായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരി അടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. ജിഹാദുൻ നഫ്സി വൽ ഹവാ, ഇച്ഛയോടും സ്വാർത്ഥ താല്പര്യങ്ങളോടും മൃഗീയമായ മനുഷ്യന്റെ വികാരങ്ങളോടുമുള്ള ചോദനകളോടും അതുപോലെ തന്നെ പ്രലോഭനങ്ങളോടും എല്ലാമുള്ള സമരമായിരുന്നു റമളാൻ എന്ന് പറയുന്നത്. ലഹരിയോടൊപ്പം തന്നെ നാം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് കൗമാര യൗവനങ്ങൾ, അവരിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമവാസന എന്ന് പറയുന്നത്. അക്രമങ്ങളും കൊലപാതകങ്ങളും നാട്ടിൽ വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ, ഈ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വളരെ ഭയാനകമായതല്ലെങ്കിൽ ഭീകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അടക്കം 5 പേരെ അതിദാരുണമായി ഒറ്റ ദിവസത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ കേട്ടതെങ്കിൽ അധികം താമസിയാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹപാഠിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സഹപാഠികൾ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കേൾക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ക്ഷമയാണ് നമുക്ക് കാര്യമായി നഷ്ടപ്പെടുന്നത്. നമ്മുടെ മക്കളെ ക്ഷമിക്കാൻ നാം പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നാം എല്ലാം നൽകുന്നുണ്ട്, എല്ലാം നമ്മൾ നൽകുകയും വേണം. പക്ഷേ അവരാഗ്രഹിക്കുന്നത് മുഴുവനും തത്സമയത്ത് കിട്ടുമ്പോ അവർക്കൊരു ഘട്ടത്തിലും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവര് വഴിമാറുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ക്ഷമയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയാണ് സംസാരിക്കുന്നത്. ഈദ്ഗാഹിൽ അദ്ദേഹം ലഹരിക്കെതിരെ രംഗത്ത് വരണമെന്ന് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയാണ്. അക്രമത്തെ പറ്റിയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഒപ്പം മാധ്യമങ്ങൾ ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിനുകളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമ്മളുടെ പേര് പറഞ്ഞില്ലെങ്കിലും അതും അദ്ദേഹം പരാമർശിക്കുന്നു.